വീട്ടിലെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. എങ്ങനെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെയേറെ ടേസ്റ്റി ആൻഡ് ജ്യൂസിയാണ് ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഓവൻ സെറ്റപ്പാണ്. അപ്പോൾ ഓവനൊന്നും എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഇതേപോലെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം എടുക്കുക. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ കൂട്ട് ഉണ്ടാക്കിയത് തയ്യാറാക്കി എടുക്കാൻ. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കേക്ക് ചിലപ്പോൾ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാവുമ്പോൾ കേക്ക് ചിലപ്പോൾ വേവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല ഇതിലേക്ക്. ഇതിൽ നിങ്ങൾക്ക് വേണേൽ ഉപ്പ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പൂഴി ആഡ് ചെയ്യാം, എന്ത് വേണേൽ ആഡ് ചെയ്യാം. ഞാനൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. ഇത് 15 മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം. കേക്കിൻ്റെ കൂട്ട് തയ്യാറെടുക്കാൻ ഒരു കപ്പ് മൈദ, ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. പറഞ്ഞിടാം. പിന്നെ മെഷർമെൻറ്റ് കപ്പ് എല്ലാവരും കയ്യിലുള്ളത് നല്ലതാണ്. ഇതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇതിന് അത്ര പൈസയൊന്നുമില്ല, ആർക്കും വാങ്ങാവുന്നത് തന്നെയാണ്. ഇതിലേക്ക് 1/4 കപ്പ് ബേക്കിംഗ് സോഡ, ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഇത് 3 വട്ടം ഒന്ന് അരിച്ചെടുക്കണം. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 3 വട്ടം തരിച്ചെടുത്തതാണ്. ഇത് തരിച്ചെടുക്കണമെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൈദയിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടെങ്കിൽ കേക്ക് റെഡി ആവാതെ പോകുന്ന വെച്ചിട്ടാണ് തരിക്കണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മൂന്ന് മുട്ട ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുക. നിങ്ങൾ വേറെ വെളിച്ചെണ്ണ ഒന്നും എടുക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കുക, വേറെ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. ഇതിലേക്ക് ഒരു 3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും അടിക്കില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കണം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് മുട്ടയും തൈരൊക്കെ എടുക്കുകയാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആവില്ല. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ ബീറ്റർ ഇല്ലാത്തവർ പേടിക്കണ്ട, അവർക്ക് മിക്സി ഉപയോഗിക്കാവുന്നതാണ്. ഒരു 30 സെക്കൻഡ് മിക്സിയിൽ അടിച്ചാൽ മതി. നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സ്പൂണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മേലേക്കാണ് തെറിക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഇത് 4-5 വട്ടം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ തവിയുള്ളവർ ഇത് യൂസ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ല, നമ്മൾ ഇങ്ങനെ ഒരു മോൾഡ് എടുക്കുക കേക്കിൻ്റെ. ഇത് 9 ഇഞ്ചിൻ്റെ മോൾഡാണ്. അതിൽ 1.5 കിലോ കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് നല്ലോണം സൺഫ്ലവർ ഓയിൽ
ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ഇത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് അടിയിലൊന്ന് പിടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നല്ലോണം ഓയിൽ പുരട്ടി കൊടുക്കുക. സൈഡിൽ പേപ്പർ വെക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെന്ന് വെച്ചിട്ട് ആരും കേക്ക് ട്രൈ ചെയ്താൽ പോകരുത്. A4 ഷീറ്റ് എടുക്കാം നിങ്ങൾക്ക്. അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയാൽ മതി. ഇതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് എവിടെയും പിടിച്ചൊന്നും പോലെ ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഹെയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കേക്ക് ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ കൈയൊന്നും പൊള്ളരുത്. അത് നമുക്കിനി മൂടി വെക്കാം. ഒരു 30 മിനിറ്റ് 35-40 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കേക്ക് സെറ്റായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് സെറ്റായോ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് വെന്തിട്ടുണ്ടോയെന്ന്. ഒക്കെ നമ്മുടെ കേക്ക് സെറ്റായി, കയ്യിലൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല. പിന്നെ കേക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം കേക്ക് ഹാർഡായി പോവും. സ്മെല്ലെല്ലാം ഉണ്ട് നമ്മുടെ കേക്കിന്. ഇനി ഇതിൽ നിന്ന് ഡീമോൾട്ട് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് കേക്കൊന്ന് തണുത്തിട്ട് വേണം എടുക്കാൻ. ഒരുപാട് തണുത്ത് പോകരുത്, അപ്പോൾ കേക്ക് പിന്നെ കുറച്ച് റഫായി പോകും. കേക്കൊന്ന് സെറ്റാവുന്നവരെ നമുക്ക് തണുക്കുന്നവരെ നമുക്കൊന്ന് തുണിയിട്ട് മൂടി വെക്കാം. പാത്രം കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മൂടി വെക്കരുത്. അപ്പോൾ കേക്കിലേക്ക് ഇതിൻ്റെ ആവി വെള്ളം പോയിട്ട് കേക്ക് പൊടിഞ്ഞ് എടുത്ത പോലെയാവും. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തരിപ്പ വെച്ചിട്ടോ വേണം മൂടി വെക്കാൻ കേക്ക് എപ്പോഴും. 1/2 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. എന്നിട്ടൊന്ന് പഞ്ചസാര ലൈൻ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഈ ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലയിച്ച് തന്നാൽ മാത്രം മതി. ഇത് ഒരുപാട് ടൈറ്റായിട്ട് കുറുക്കിയെടുക്കൊന്നും വേണ്ട. ഓക്കെ, നമ്മുടെ സിറപ്പ് ഇവിടെ സെറ്റായി. നമുക്കിനി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാർക്ക് അമൗണ്ടാണ്, പ്രീമിയം ഡാർക്ക് അമൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1/2 കിലോൻ്റെ ഒരു പാക്കാണ്. ഇത് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഡയറി മിൽക്കോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തത് പ്രീമിയം ഡാർക്ക് അമൗണ്ടിൻ്റെ ഒരിതാണ് എടുത്തത്. ഇനി നമുക്ക് കേക്കിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമുക്കിവിടെ ആവശ്യം. ഓക്കെ, ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഉപയോഗിക്കുന്ന ടൈമിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. ഫ്രീസറിന് പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് അതൊന്ന് കുറച്ച് ലൂസായിട്ട് മെൽറ്റായിട്ട് വേണം ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ഈ 2 ബ്ലേഡും നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തണുപ്പിക്കണം. കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ അടിയിൽ വെക്കും വേണം. നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ടൈറ്റ് ആയാൽ മതി കേട്ടോ. വല്ലപ്പോഴും ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നവരൊന്നും ടേൺ ടേബിളിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക, കുറച്ച് പഴക്കമുള്ള പാത്രം എടുത്താൽ മതി, കുറച്ച് അടിയൊക്കെ ചളുങ്ങിയിട്ടുള്ള. അതിൻ്റെ മേലെ ചപ്പാത്തിയുടെ പലക വെച്ച് കൊടുക്കുക. അത് സ്റ്റീലോ മരമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ വേണം എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി, കറങ്ങും. ഇതൊരു തട്ടിക്കൂട്ട് ടേൺ ടേബിളാണ്. ഇത് ടേൺ ടേബിൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്.
ഇതിൻ്റെ മേലെ നിന്ന് നമുക്ക് ഈ പേപ്പർ പൊളിച്ചെടുക്കാം. ഇനിയാണ് നമുക്ക് ഷേപ്പൊന്നും ആക്കാനൊന്നുമില്ല, അത് നമുക്ക് നൂലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കിത് വരഞ്ഞ് വെക്കാം. നമ്മൾ നൂലുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. റെഡിയായിട്ട് നമുക്കിതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് കേക്ക് പൊട്ടി പോകരുത്. അതുപോലെ നിങ്ങൾ എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കേക്കിന് നടന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് വച്ച് കൊടുക്കാം. കേക്ക് അവിടെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേക്കിൽ നല്ലോണം ക്രീം നമുക്ക് പുരട്ടി കൊടുക്കാം. നിങ്ങൾ കേക്ക് എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കേക്ക് വേഗം പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അത്ര ഉറപ്പേ നമ്മുടെ കേക്കിന് ഉണ്ടാവുള്ളൂ. നല്ലോണം ക്രീം ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് പോർഷൻ ഏറ്റവും ലാസ്റ്റിലാണ് വേണ്ടത്. നമ്മുടെ സെക്കൻഡ് പോർഷൻ നമ്മൾ വെച്ചു. സെക്കൻഡ് പോർഷൻ നമ്മൾ ഇതിൽ വെച്ചു. അതിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് വെക്കുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ടാണ് നമ്മളിത് ഫസ്റ്റ് വെക്കുന്നത്. നമ്മൾ കേക്കൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇതില്ലാത്തവർ പേടിക്കണ്ട. ഇതില്ലാത്തവർ മൂർച്ചയില്ലാത്ത കത്തീൻ്റെ ബാക്ക് ഭാഗം എടുത്താൽ മതി, അപ്പോൾ ക്ലിയർ ആയിട്ട് വന്നോളൂ. നമ്മൾ എല്ലായിടത്തിലും കേക്ക് നല്ലോണം എല്ലാ സൈഡിലും നമ്മൾ ക്രീം നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ബാക്കി ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ക്രീമൊക്കെ നമ്മൾ പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഡെക്കറേറ്റ് എടുക്കാം. അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഡെക്കറേറ്റ് ചെയ്ത് വരികയാണ്. നമ്മുടെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി.